വയറിന് തുടർച്ചയായി രണ്ടാമത്തെ തവണയും ദേശദ്രോഹം ആരോപിച്ചുകൊണ്ട് BNS 152 പ്രകാരം FIR കൊടുത്ത നടപടി മാധ്യമവേട്ടയാണോ എന്നാണ് ചോദ്യം. ജിമ്മി, മാധ്യമവേട്ടയോ? ഈ വയറിന് എന്തുകൊണ്ടാണ് അസമിൽ നോട്ടീസ് കൊടുത്തതെന്ന് ശ്രദ്ധിച്ചോ? അസമിലാണ്, ദില്ലിയിലാണ് ഇവരുടെ ഓഫീസ്. വാർത്ത ഞാൻ വിചാരിക്കുന്നത് പാകിസ്ഥാനുമായുള്ള യുദ്ധവുമായി ബന്ധപ്പെട്ട ഓപ്പറേഷൻ സിന്ദൂർ ആയിരിക്കാം എന്നുള്ളതാണ്. പക്ഷേ അസമിലാണ് കൊടുക്കുന്നത്. ഇതിനു മുമ്പ് മറ്റൊരു കേസ് കൊടുത്തത് ഹിമാചൽ പ്രദേശിലാണ്. പരമാവധി ആരെങ്കിലും ഒരാളുടെ പരാതിയായിരിക്കും. പരമാവധി മാധ്യമപ്രവർത്തകരെ ബുദ്ധിമുട്ടിക്കുക, പറ്റുമെങ്കിൽ മേഘാലാൻഡിലോ മിസോറാമിലോ അവിടെ എവിടെയെങ്കിലും കേസ് കൊടുക്കുക, അല്ലെങ്കിൽ ഇനി കേരളത്തിൽ കൊണ്ടുവന്ന് കേസ് കൊടുക്കുക. എവിടെ വേണമെങ്കിലും കൂലിക്ക് ആളെ കിട്ടും, കൂലിക്ക് എല്ലാതെയും ആളെ കിട്ടും. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ സ്ട്രാറ്റജി. മാത്രമല്ല, ഇന്നത്തെ ഈ സമൻസിനൊരു പ്രത്യേകത കൂടെയുണ്ട്. ആദ്യത്തെ സമൻസ് ഇഷ്യൂ ചെയ്യുന്നത് 14-ാം തീയതിയാണ്. ഈ 14-ാം തീയതിയുടെ പ്രത്യേകത, ഇതേ വിഷയത്തിൽ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ഒരു കേസിൽ സമൻസ് ഡൽഹി പോലീസ് ഇഷ്യൂ ചെയ്തതിന് ശേഷം സുപ്രീം കോടതി ആ സമൻസ് തൽക്കാലം അതിൽ ആക്ഷൻ വേണ്ട എന്ന് പറഞ്ഞ് സ്റ്റേ ചെയ്ത ദിവസമാണ് അസമിൽ പുതിയൊരു സമൻസ് പ്രത്യക്ഷപ്പെടുന്നത്. ഇതിൻ്റെ പേരാണ് ക്ലാസിക് മാധ്യമവേട്ട. ഒരു വിഷയത്തിൽ കോടതിയിൽ നിന്ന് റിലീഫ് കിട്ടുമ്പോൾ 5 സംസ്ഥാനം അപ്പുറം 10,000 കിലോമീറ്റർ അപ്പുറം മറ്റൊരു പോലീസ് സ്റ്റേഷനിൽ കേസ്. ഇത് പുതിയ കഥയൊന്നുമല്ല. വളരെ വിചിത്രമായ ഇതുപോലെയുള്ള മാധ്യമവേട്ടയുടെ കഥ നമ്മൾ മറന്നുപോയതുകൊണ്ടാണ് പെട്ടെന്ന് ഓർമ്മിപ്പിക്കാം. മുഹമ്മദ് സുബൈർ എന്ന് പറയുന്ന ഒരു മാധ്യമപ്രവർത്തകൻ, ആൾട്ട് ന്യൂസിൻ്റെ ഫൗണ്ടറായിരുന്നു. അദ്ദേഹത്തിനെതിരെയുള്ള ആദ്യത്തെ കേസ് വളരെ വിചിത്രമാണ് കേട്ടോ. അദ്ദേഹം ഒരു ട്വീറ്റ് നടത്തി. 2014 മുമ്പ് ഒരു ഹോട്ടലിൻ്റെ പേര് ഹോട്ടൽ ഹണിമൂൺ, അതൊരു സിനിമ ക്ലിപ്പിംഗ് ആണ്. 2014 ശേഷം ഹോട്ടൽ ഹനുമാൻ എന്ന് പേര് മാറ്റി. ഇതൊരു സിനിമയിലെ തമാശയാണ്, പഴയ ഒരു സിനിമയിലെ തമാശയാണ്. ഈ ചിത്രമായി ട്വീറ്റ് ചെയ്ത അയാൾ പറഞ്ഞു, മോദി സർക്കാർ വരുമ്പോൾ ഇനിയിപ്പോൾ ഇത്തരം സോപ്പൊക്കെ വേണ്ടി വരും എന്ന് പറഞ്ഞു. എന്താണെന്നറിയോ കേസ്? ഹിന്ദു ദൈവങ്ങളെ അപമാനിച്ചു എന്ന് പറഞ്ഞ് മാത്രമല്ല, നമ്മൾ വിചാരിക്കും ഇത് തമാശയാണെന്ന്. കോടതിയിൽ കേസ് പോയത് മാത്രമല്ല, കീഴ്ക്കോടതികളൊന്നും ഈ മനുഷ്യനെ ജാമ്യം കൊടുത്തില്ല, ഇയാളെ ജയിലിലിട്ടു. അത്രയ്ക്ക് അബ്സേർഡായിട്ടുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു നാട്ടിലാണ്. എന്നാൽ 2018 ഈ സംഭവം. 4 വർഷങ്ങൾക്ക് ശേഷം 2018 സുബൈറിനെതിരെ ഈ കേസ് വരുന്നത്. എന്തുകൊണ്ടാണ്? സുബൈർ BJPയുടെ ഒരു പ്രതിനിധി നൂപുർ ശർമ്മയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവർ മുസ്ലിം ദൈവങ്ങളെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിച്ചു എന്നുള്ളത് എല്ലാവരുടെയും ശ്രദ്ധയിൽ ആ വീഡിയോ എടുത്ത് ട്വീറ്റ് ചെയ്തപ്പോൾ അയാൾക്കെതിരെ കൊടുത്ത കൗണ്ടർ കേസായിരുന്നു ഒന്ന്. അത് കഴിഞ്ഞ് ഇതേ മുഹമ്മദ് സുബൈറിനെ, ആൾട്ട് ന്യൂസിൻ്റെ സ്ഥാപകനെ, 2 വർഷത്തിന് ശേഷം മറ്റൊരു കേസും അദ്ദേഹത്തിനെതിരെ ഇട്ടു. അദ്ദേഹം അവിടെയും കുറച്ചു കാലം ജയിലിൽ കിടന്നു. അതിലും വിചിത്രമാണ് എന്നുള്ളതാണ് പറയേണ്ടത്. അത് യതി നരസിംഹനാഥ് എന്ന് പറയുന്ന ഒരു ഹിന്ദു പുരോഹിതൻ. അദ്ദേഹം ഗാസിയാബാദ് UP ഒരു പ്രധാനപ്പെട്ട അമ്പലത്തിലെ വലിയ കക്ഷിയാണ്. അദ്ദേഹം മുസ്ലിം പ്രവാചകനെ, മുഹമ്മദ് നബിയെ അപമാനിച്ചുകൊണ്ടൊരു പ്രസംഗം നടത്തി. ആ നടത്തിയ സംഭവം പോലീസ് ഇത് കാണുന്നുണ്ടോ എന്ന് ചോദിച്ച് ഈ വിഷയം ആ വീഡിയോ സഹിതം ട്വീറ്റ് ചെയ്തു. ഈ സാമിയാരെ തൊട്ടില്ല, പകരം വർഗീയ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നതിൻ്റെ പേരിൽ ഈ ട്വീറ്റിട്ട, പോലീസ് ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ച് ട്വീറ്റിട്ട ഈ മനുഷ്യനെ, സുബൈറിനെ ജയിലിലിട്ടു. 4-5 മാസം അവിടെ കിടന്നു. അവസാനം ഹൈക്കോടതി വരെ ഫൈറ്റ് ചെയ്തിട്ടാണ് മുഹമ്മദ് സുബൈറിന് ജാമ്യം കിട്ടുന്നത്. ഇത്രയും നടന്ന ഒരു നാട്ടിൽ വയറിന് രണ്ടാമതൊരു സമൻസ് കിട്ടുമ്പോൾ നമ്മൾ ഞെട്ടണോ? ഇതാണ് ഇവിടുത്തെ ന്യൂ നോർമൽ. ഇത് മാത്രമല്ല, മറ്റൊരു പ്രമുഖ ജേർണലിസ്റ്റ് വിനോദ് ദുബ എന്ന് പറയുന്ന മനുഷ്യൻ എന്താ ചെയ്തത്? അദ്ദേഹം ഒരു ചെറിയൊരു വീഡിയോ ചെയ്തു യൂട്യൂബിൽ സ്വന്തമായിട്ടാണ്. പണ്ടത്തെ വലിയ ജേർണലിസ്റ്റാണ്. അദ്ദേഹം പറഞ്ഞു, കോവിഡ് കാലത്ത് ഇങ്ങനെയല്ലായിരുന്നു സർക്കാർ ചെയ്യേണ്ടിയിരുന്നത്. കോവിഡ് കാലത്തെ കുഴപ്പങ്ങളെക്കുറിച്ച് അദ്ദേഹം ഒരു 2-3 വീഡിയോ, ഒരു സീരീസ് ആണെന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹത്തിനെതിരെ ഹിമാചൽ പ്രദേശിൽ കേസ്, സർക്കാരിനെ വിമർശിച്ചു. അന്നും ഇതേ വകുപ്പാണ്, സെഡിഷൻ. വിചിത്രമാണ്, സർക്കാരിനെ വിമർശിച്ചാൽ സെഡിഷൻ. അവസാനം വിനോദ് ദുബെയും കോടതിയിൽ പോയി, സുപ്രീം കോടതിയിൽ പോയിട്ടാണ് ഈ കേസിൽ രക്ഷ നേടിയത്. നമ്മുടെ നാട്ടിൽ സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒന്നും ഇല്ലെങ്കിൽ, എല്ലാ ഹൈക്കോടതിയുമല്ല, ചില ഹൈക്കോടതികൾ, സുപ്രീം കോടതി പലപ്പോഴും കുറച്ച് അനുഭാവപൂർവമായ നിലപാടെടുക്കണം. അതുകൊണ്ടാണ് നമ്മുടെ മലയാളിയായ സിദ്ദിഖാപ്പൻ 2 വർഷത്തിന് ശേഷമാണെങ്കിലും വിഡ്ഢികൾക്ക് മാത്രം സങ്കല്പിക്കാവുന്ന ഒരു കേസിൽ 2 വർഷം അകത്ത് കിടന്ന ശേഷം പുറത്തു വരുന്നത്. ഇത് എന്ത് മണ്ടത്തരം കാണിച്ചാലും ഇത് തലയാട്ടാനും കൈയടിക്കാനും പോലീസും, അത് ശരിയാണെന്ന് പറയാൻ കീഴ്ക്കോടതികളും ഉണ്ട് എന്നുള്ള ആത്മവിശ്വാസം കൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ സർക്കാരും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും ഇത് ചെയ്യുന്നത്. പിന്നെ സിദ്ധാർത്ഥ് വരദരാജനും അതുപോലെ തന്നെ കരൺ ഥാപ്പറും ചില്ലറ പാർട്ടികളൊന്നുമല്ല. ഈ കരൺ ഥാപ്പറാണ് പണ്ട് മോദിയെ, ഇപ്പോഴും മോദിക്ക് ആ മാധ്യമ ഇൻ്റർവ്യൂ ഓർക്കുമ്പോൾ മോദിക്ക് സങ്കടം വരും, കരച്ചിൽ വരും. ആ ഇൻ്റർവ്യൂ അതിഗംഭീരമാണ്. ആദ്യത്തെ ചോദ്യം മോദി കണ്ണുരുട്ടി, രണ്ടാമത്തെ ചോദ്യം മോദി ആകെപ്പാടെ ഡസ്പായി.
മൂന്നാമത്തെ ചോദ്യം എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം വേണം എന്ന് പറഞ്ഞു. നാലാമത്തെ ചോദ്യം ഇറങ്ങിപ്പോയി. ഗുജറാത്ത് കലാപമല്ലേ ചോദ്യം? അതെ, പട്ടിക്കുഞ്ഞുങ്ങൾ വാഹനത്തിലടിയിൽപ്പെടും. അത് വേറൊരു ഇൻ്റർവ്യൂവിൽ. ഇത് ഇൻ്റർവ്യൂ തുടങ്ങി ഒരു 5 മിനിറ്റാകുമ്പോഴത്തേക്ക് തീർന്നു. അന്ന് കിട്ടിയ അപമാനത്തിൻ്റെ തിരിച്ചടിയായിട്ട് മോദി കാത്തിരുന്നതാണോ എന്നറിയില്ല. 4 ചോദ്യം കൊണ്ട് കണ്ണുരുട്ടി കോപിച്ച് വെള്ളം കുടിച്ച അവസാനം ഇറങ്ങിപ്പോയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ സിദ്ധാർത്ഥ വരദരാജനെയും അതുപോലെ തന്നെ കരൺ ഥാപ്പറിനെയും മറക്കുമെന്ന് വിചാരിച്ചോ? ഇല്ല. ഇനി ഇത് പോലീസിൻ്റെ നിയമം വഴിയുള്ള പരിപാടിയാണ്. മറ്റൊരു കാര്യം കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ, അതുകൂടി ശ്രദ്ധിക്കണം. കുറച്ച് കാലമായി നമ്മുടെ നാട്ടിൽ ഇപ്പോൾ റൈറ്റ് ടു ഇൻഫർമേഷൻ വഴി, വിവരാവകാശം വഴി നിങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരങ്ങൾ കിട്ടാറില്ല. കേരളത്തിലടക്കം കിട്ടാറില്ല. എന്താണ് കാരണം? അത് സ്വകാര്യ വിവരമാണ്, അതുകൊണ്ട് തരാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. സ്വകാര്യ വിവരമാണെങ്കിൽ തരാൻ പറ്റില്ല എന്നുള്ളത് എന്നാണ് ഈ നിയമത്തിൽ മാറിയെന്നറിയാമോ? മോദി സർക്കാർ മറ്റൊരു നിയമം കൊണ്ടുവന്നിരുന്നു 2023. 2023 നിയമത്തിൻ്റെ പേര് ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്ട് 2023 ആ നിയമം വന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? വിവരാവകാശ നിയമത്തിൽ നമ്മളൊക്കെ കൊടുക്കുന്ന വിവരാവകാശ നിയമത്തിൽ ഒരു പ്രൊവിഷനുണ്ട്. ഇൻഫർമേഷൻ വിച്ച് റിലേറ്റ്സ് ടു പേഴ്സണൽ ഇൻഫർമേഷൻ വിച്ച് ഹാസ് നോ റിലേഷൻ ടു എനി പബ്ലിക് ആക്ടിവിറ്റി ഓർ ഇൻട്രസ്റ്റ്. പൊതു താല്പര്യമല്ലാത്ത ഒരു സ്വകാര്യ വിവരങ്ങളും കൊടുക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ഇൻഫർമേഷൻ വിച്ച് കനോട്ട് ബി ഡിനൈഡ് ടു ദ പാർലമെൻറ്റ് ഓർ ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഷാൽ നോട്ട് ബി ഡിനൈഡ് ടു എനി പേഴ്സൺ. പാർലമെൻറ്റിലോ അതുപോലെ തന്നെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിലോ കൊടുക്കാവുന്ന എല്ലാ ഇൻഫർമേഷനും ഒരു പൗരന് കൊടുക്കണം. ഇത്രയുമായിരുന്നു നിയമത്തിലുണ്ടായിരുന്നത്. അതിൽ ആദ്യത്തെ വരി ഇൻഫർമേഷൻ വിച്ച് റിലേറ്റ്സ് ടു പേഴ്സണൽ ഇൻഫർമേഷൻ, അവിടം വരെയുള്ളൂ ഇപ്പോൾ നിയമം. ബാക്കി എല്ലാം വെട്ടി. അതായത് ഇൻഫർമേഷൻ വിച്ച് റിലേറ്റ്സ് ടു പേഴ്സണൽ ഇൻഫർമേഷൻ വിച്ച് ഹാസ് നോ റിലേഷൻഷിപ്പ് ടു പബ്ലിക് ആക്ടിവിറ്റി ഓർ ഇൻട്രസ്റ്റ്, അതങ്ങ് വെട്ടിക്കളഞ്ഞു. അപ്പോൾ സുഖമായല്ലോ. ഒരു വ്യക്തിയെക്കുറിച്ചുള്ള ഒരൊറ്റ ഇൻഫർമേഷനും കൊടുക്കണ്ട, തീർന്നില്ലേ? ഓപ്പറേഷൻ ക്ലീൻ അല്ലേ? ഒരു കാര്യവും കൂടി ചെയ്തു ഈ നിയമത്തിൽ. അതെന്താണെന്നറിയാമോ? സ്വകാര്യ വിവരങ്ങൾ കൈവശം വയ്ക്കുന്ന ആളുകൾ അത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണമെന്നും ആ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്നവർക്ക് ആ വിവരങ്ങൾ പുറത്തു പോയാൽ അതിൻ്റെ ഉത്തരവാദിത്വം ഉണ്ടാകുമെന്ന് കൂടിയാണ് പുതിയ ഈ നിയമത്തിൽ പറയുന്നത്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നിങ്ങൾ ഒരു 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 ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റിൻ്റെ ഭാഗമായി ഒരാളുടെ കയ്യിലേക്ക് ഒരുപാട് പണം വന്ന് കുമിയുന്നു. അതിൻ്റെ ഡേറ്റ എടുക്കുകയാണ്. ഡേറ്റ എടുത്തപ്പോൾ കാര്യങ്ങൾ കൃത്യമാണ്. ഇത്രയും പണം അയാളുടെ കയ്യിൽ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു 10 അക്കൗണ്ടിലായി വന്നിട്ടുണ്ട്. ഈ ഇൻഫർമേഷൻ ഞാൻ എടുത്തു. പക്ഷേ ഈ നിയമപ്രകാരം ഈ വ്യക്തിയുടെ എഴുതി തന്ന അനുവാദമില്ലാതെ നിങ്ങൾക്ക് ഈ വിവരം പുറത്തു കൊടുക്കാനാവില്ല. പിന്നെ എന്ത് ജേർണലിസം? പിന്നെ എന്തെങ്കിലും നടക്കുമോ? നമുക്കൊരു വ്യക്തിയുടെ പുറകെ പോകാൻ പറ്റില്ല, ഒരു വ്യക്തിയുടെ ഇൻഫർമേഷൻ എടുക്കാൻ പറ്റില്ല. ആ വ്യക്തി അഴിമതി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിവരങ്ങൾ ശേഖരിക്കാൻ പോലും പറ്റില്ല. ഇനി അഥവാ ശേഖരിച്ചാൽ അതെങ്ങാനും മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടാൽ യു ആർ ഫിനിഷ്ഡ്. നിങ്ങൾ പിന്നെ ഇല്ല, നിങ്ങൾക്ക് ഈ പണി ചെയ്യാൻ പറ്റില്ല. അവിടെയാണ് മോദി സർക്കാരിൻ്റെ ബുദ്ധി കിടക്കുന്നത്. ഈ സിദ്ധാർത്ഥ വരദരാജനെ ഈ സമൻസ് കൊടുത്ത് വരട്ടുന്നതൊക്കെ ചിലപ്പോൾ സുപ്രീം കോടതിയിൽ വീണ്ടും സുപ്രീം കോടതി ചിലപ്പോൾ സ്റ്റേ ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം സുപ്രീം കോടതിയുടെ ഒരു സ്റ്റേക്ക് മുകളിലാണ് ചെയ്തത്. പക്ഷേ ഈ നിയമം അവിടെ തന്നെ നിൽക്കുകയാണ്. 2023 ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്ട് ഓഫ് 2023 ഇതൊരു കരി നിയമമാണ്. ഈ കരി നിയമം വെച്ച് ഒരു കാരണവശാലും നമുക്ക് വിവരാവകാശം വഴി വിവരങ്ങൾ എടുക്കാനോ ഒരു മാധ്യമപ്രവർത്തകന് സ്വകാര്യ വ്യക്തികളുടെ ഇപ്പോൾ ഒരു പാലം തകർന്നു വീണു. ഈ പാലം തകർന്നു വീണ ആളും രാഷ്ട്രീയ പാർട്ടി തമ്മിലുള്ള ബന്ധം എന്താണ്? ഇയാൾക്ക് വേറെ എവിടെന്നെങ്കിലും പണം കിട്ടിയിട്ടുണ്ടോ? ഇയാൾ വേറെ ആർക്കെങ്കിലും പണം കൊടുത്തിട്ടുണ്ടോ? ആ പണം കിട്ടിയ ആളാരാണ്? നിങ്ങൾക്ക് വിവരങ്ങൾ എടുത്താലും നിങ്ങളത് പുറത്ത് കൊടുക്കണമെങ്കിൽ അവരുടെ എഴുതി ഒപ്പിട്ട അവകാശം വേണം. നോക്കൂ, ഇന്ന് സിദ്ധാർത്ഥ വരദരാജനും അതുപോലെ തന്നെ കരൺ ഥാപ്പറും പെട്ടിരിക്കുന്നതിനേക്കാൾ വലിയ പെടലിലാണ് നമ്മൾ മാധ്യമലോകം മുഴുവൻ പെട്ടിരിക്കുന്നത്. എപ്പോഴാണ് ഈ നിയമം നമ്മുടെ കഴുത്തിലേക്ക് വീഴുന്ന അറിയില്ല. ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ, ഇതിലിപ്പോഴും ചട്ടങ്ങളായിട്ടില്ല. നിയമം 2023 ചട്ടം വന്നു കഴിഞ്ഞാൽ ഒരൊറ്റ മാധ്യമപ്രവർത്തകനും നേരെ ചൊവ്വേ ഇന്ത്യയിൽ മാധ്യമപ്രവർത്തനം നടത്താനാവില്ല. 250 കോടി രൂപ വരെയാണ് ഇതിന് ഫൈൻ. ഇനി ഈ കാര്യങ്ങൾ നോക്കുന്ന ഒരു സമിതിയുണ്ട്, ഒരു ഏജൻസിയുണ്ട്. ആ ഏജൻസിയെ കേന്ദ്ര സർക്കാർ തീരുമാനിക്കും. കോടതിയോ സ്വതന്ത്രമായ ഏതെങ്കിലും ഏജൻസിയോ അല്ല, കേന്ദ്ര സർക്കാർ തീരുമാനിക്കും ഇത് നിങ്ങൾ വിവരങ്ങളുടെ ലംഘനം നടത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ചുരുക്കത്തിൽ 8ന്റെ പൂട്ടിട്ട് ഇന്ത്യയിലെ മുഴുവൻ മാധ്യമങ്ങളെയും പൂട്ടിയ ശേഷം പതുക്കെ ഈ പൂച്ച എലിയായിട്ട് കളിപ്പിക്കുമല്ലോ, അതുപോലെയുള്ള കളിപ്പീരാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ചെറിയ സമൻസൊക്കെ. ഇതൊക്കെ ചെറുത്. നിങ്ങളെ പിടിക്കാനുള്ള വലിയ ആയുധങ്ങളുമായി സർക്കാർ തയ്യാറാണ്. BBC-ക്കെതിരെ BBC-യുടെ ഡോക്യുമെൻ്ററി വന്ന് പിറ്റേ ദിവസം BBC-യുടെ ഓഫീസ് റെയ്ഡ് നടത്തി ഇവിടെ എന്തെങ്കിലും സംഭവിച്ചോ? ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചോ? വയറിൻ്റെ അടുത്ത് മുമ്പ് റെയ്ഡ് നടന്നപ്പോൾ വയറിലെ ആളുകളുടെ ലാപ്ടോപ്പും മൊബൈൽ ഫോണും പിടിച്ചുകൊണ്ട് പോയത് എന്തിനാണെന്ന വിചാരം? നിങ്ങളുടെ സോഴ്സ് ആരാണ്, ഇവരുടെ സോഴ്സ് ആരാണെന്ന് തീരുമാനിക്കാനാണ്.
ഡൽഹിയിലായിരുന്നുണ്ടെങ്കിൽ എൻ്റെ ബാക്കി കഥ കൂടി അറിയാം. വയറിൻ്റെ മുഴുവൻ സോഴ്സുകളെയും ഇവർ കണ്ടുപിടിച്ചു. സർക്കാരിനകത്ത് നിന്ന് പുറത്തു നിന്ന് ആരൊക്കെയാണ് മാധ്യമപ്രവർത്തകർക്ക് വിവരം കൊടുക്കുന്നത് അടക്കമുള്ള വിവരങ്ങൾ എടുത്തു കഴിഞ്ഞു. ഒരു നിയമം കൂടെ ഇപ്പോൾ വന്നിട്ടുണ്ട്. അത് IT ആക്ടിൻ്റെ ഇൻകം ടാക്സ് ആക്ടിൻ്റെ ഭേദഗതിയാണ്. ആ ഭേദഗതിയിലും നിങ്ങളുടെ അനുവാദമില്ലാതെ നിങ്ങളുടെ ലാപ്ടോപ്പും നിങ്ങളുടെ മൊബൈലും നിങ്ങളുടെ ഇമെയിൽ അക്കൗണ്ടുകളും തുറക്കാനുള്ള അനുവാദമുണ്ട്. വാറണ്ട് പോലും വേണ്ട. അതും ഇതിനു വേണ്ടിയാണ്. ചുരുക്കത്തിൽ മാധ്യമപ്രവർത്തനം ഏതാണ്ട് അവസാനിക്കുന്ന ഒരു കാലമാണ്. ചിലപ്പോൾ ഇന്ന് രാത്രി ഇത് പറയാൻ നമ്മളുണ്ടാവും, ഞാനുണ്ടാവും. നാളെ രാവിലെ ചിലപ്പോൾ ഇത് പറയാനുള്ള അവകാശം എന്നിൽ നിന്ന് എടുത്തു വിടപ്പെടും. അതുവരെയുള്ളത് ഞാൻ മോദി സർക്കാരിൻ്റെ മുമ്പിൽ കിടക്കുന്ന എലിയായിട്ടാണ് എനിക്കെന്നെ തോന്നുന്നത്. തട്ടിക്കളിക്കുന്നിടത്തോളം പൂച്ച തട്ടിക്കളിക്കും. അത് കഴിയുമ്പോൾ പൂച്ചയ്ക്ക് ആഹാരമാകും നമ്മൾ ഓരോരുത്തരും. Meet the editors.